ധാരാളം മനുഷ്യർ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവർ. മനുഷ്യ മനസ്സുകൾ ഞെട്ടലോടെ കാണുന്ന ഒരു കാഴ്ചയാണ് കടബാധ്യത. പലരും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവേ, കടമില്ലാത്തൊരു ജീവിതം എനിക്ക് തരണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കടം വരുന്നത്? കടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിടുതലുണ്ടോ? ആരെങ്കിലും സഹായിക്കാൻ പ്രാർത്ഥിച്ചു നീ കൊഴഞ്ഞില്ലേ? വചനം നിന്നോട് അമ്മ പറയുന്നൊരു ദൂത് ശ്രദ്ധിക്കാം. സദൃശ്യവാക്യം 10-ാം അധ്യായം 22-ാം വാക്യം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുക, നീ സമ്പന്നനാകുന്നത് യഹോവയുടെ അനുഗ്രഹത്താലാണ്. അങ്ങനെ കടബാധ്യതയുള്ളവർ ഒരാൾ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം പറയാം, ഒരു നിയോഗം പറയാം. നിന്റെ സാമ്പത്തിക മേഖല വല്ലാതെ കുരുങ്ങി കിടക്കുക. പല വീടുകളും ജപ്തിക്ക് കിടക്കുന്നു. 100 സ്വപ്നങ്ങളോടെ ആരംഭിച്ച ബിസിനസ്സുകൾ കൊമ്പുകുത്തിപ്പോയി. ഇനിയും വിജയമില്ലെന്ന് നിന്റെ എതിരാളികൾ നിന്റെ പരാജയത്തെ കൊട്ടിഘോഷിക്കുമ്പോൾ നീ നിരാശപ്പെടരുത്. നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു വചനം ഞാൻ ഇന്ന് പറഞ്ഞു തരിക. യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്തുണ്ടാകുന്നത്. ഞാനൊരു ദൈവശബ്ദം ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ചിലരെ ദൈവത്തിന് അറിഞ്ഞൊന്ന് അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നും കേൾക്കുന്ന പോലെയാണ് ഈ മെസ്സേജ് 1-2 ആവർത്തി കേൾക്കണം. നിന്നെ അറിഞ്ഞു ദൈവം ഒന്ന് അനുഗ്രഹിക്കും. സ്തോത്രം. ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് നിന്നെ കുറിച്ച് ചിലര് പറഞ്ഞു വരുത്തിയ വാർത്ത മാറാൻ പോവാ. ഇനി ഒരു വചനം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. സദൃശ്യവാക്യം 13-ാം അധ്യായം 11-ാം വാക്യം. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു പോകും. നിങ്ങൾ അന്യായം, ന്യായമല്ലാതെ ധനം സമ്പാദിക്കരുത്. അത് കുറഞ്ഞു പോകും. അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വരും. അപ്പൊ യഹോവയുടെ അനുഗ്രഹം നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയിൽ ഉണ്ടാകണം. ഇന്ന് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. ചിലരുടെ ഫൈനാൻഷ്യൽ കുരുക്കുകൾ അഴിയാൻ പോകും. ആ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് എന്നിട്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് യഹോവയുടെ അനുഗ്രഹം എന്റെ മേൽ വരും. എന്റെ ലൈഫിൽ സമ്പത്തുണ്ടാകും. ആവർത്തന പുസ്തകത്തിൽ വാക്യമുണ്ട്, സമ്പത്തുണ്ടാക്കാൻ ശക്തി തന്നവൻ ഞാൻ യഹോവയല്ലയോ? നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം നിന്റെ മക്കളുടെ മേൽ വരണം. അവരെ സാമ്പത്തിക മേഖലയെ കുരുക്കിയിട്ടിരിക്കുന്ന എല്ലാ കുരുക്കുകളും അഴിയണം. അവരുടെ ലൈഫിലെ കുരുക്ക് പൊട്ടി യഹോവയുടെ അനുഗ്രഹത്താൽ അവർ സമ്പത്തുണ്ടാകട്ടെ. വായ്പ വാങ്ങാതെ വായ്പ കൊടുക്കുന്നവരായി അവരെ തീർക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയം യഹോവയുടെ അനുഗ്രഹത്താൽ നിനക്ക് സമ്പത്തുണ്ടാകും. ഗോഡ് ബ്ലസ് യു.